ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ പോയത് സിംഗപ്പൂരിലോട്ട് ഒരു 5 days ട്രിപ്പാണ്. ത്രിലോഫീലിയൻ ഏജൻസി വഴിയാണ് പോയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ചെന്നൈയിൽ വെച്ച് ഒരു 8 hour ലേഓവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൻ്റെ ഉള്ള എയറോ ഹബ് എന്ന് പറഞ്ഞ മോളിൽ പോയി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം മോർണിംഗ് ഒരു 8:30 ആയപ്പോഴത്തേക്കും സിംഗപ്പൂർ എയർപോർട്ടിലെത്തി ഫസ്റ്റ് കണ്ട കാഴ്ച ഇതാണ് ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. കണ്ടറിയലാന്ന് തോന്നുമെങ്കിലും ഇതൊരു 3D വാട്ടർഫോളാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നെക്സ്റ്റ് ഞങ്ങൾ നല്ല വിശപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയത് ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് 2 എയർപോർട്ട് പെയ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ പോയി. ഫസ്റ്റ് പോയത് ഹെഡ്ജ് മേസ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിക്കാണ്. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഈ ഗാർഡൻ്റെ എൻട്രിയിൽ കയറി എക്സിറ്റ് കണ്ടുപിടിക്കുക. ഈസി ആണെന്ന് കരുതിയെങ്കിലും ഞങ്ങൾക്ക് എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ടൈമിൽ ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ വിളിച്ച് 1 hour വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്ലേസും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗെയിം ചീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് കറക്റ്റായിട്ടുള്ള വേയുടെ വീഡിയോ എടുത്തു. എന്നിട്ട് അത് ഫോളോ ചെയ്ത് പുറത്തെത്തി. അതുമാത്രമല്ലാത്ത കാരണം ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ ബാഗേജ് ഡെപ്പോസിറ്റിൻ്റെ അവിടെ ഞങ്ങളുടെ ലഗേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായ പിന്നെയും ക്യാഷ് കൂടുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ വേഗം പുറത്തെത്താൻ നോക്കിയത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കാനോപ്പി പാർക്കിലാണ്. ഒരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. അവിടെ കുറേ കാഴ്ചകൾ കാണാനും അതുപോലെ പെയ്ഡായിട്ടും നോൺ പെയ്ഡായിട്ടും കുറേ ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെയും കുറച്ച് വീഡിയോസൊക്കെ വേഗം കുറച്ച് ഫോട്ടോസൊക്കെ വേഗം എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കി. ഈ പ്ലേസിന് പറയുന്ന പേരാണ് ജുവൽ ചാങ്ങി. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ വാട്ടർഫോൾ. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ പാർക്ക് ഓൾമോസ്റ്റ് കണ്ടു കഴിയാറായപ്പോഴത്തേനും ഞങ്ങളുടെ ഡ്രൈവർ വിളിച്ചു എയർപോർട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഓടിപ്പോയിട്ട് ഞങ്ങളുടെ ലഗേജ് എടുത്ത് ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഞങ്ങളുടെ ഐബിസ് നൊവീന എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലായിരുന്നു. ഞങ്ങൾ 3:30 ആയപ്പോഴത്തേനും ഹോട്ടലിലെത്തി കുളിച്ച് ഫ്രഷായി. ഞങ്ങൾക്ക് 7:40 ഒരു നൈറ്റ് സഫാരി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ട് വൈൽഡ് ആനിമൽസിനെ ഓപ്പൺ സ്പേസിൽ കാണാൻ പറ്റും. നമ്മൾ സൂവിലൊക്കെ പോയിട്ട് വൈൽഡ് ആനിമൽസിനെ നമ്മൾ കേജ്ഡായിട്ട് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ നമുക്ക് ഈ നൈറ്റ് ടൈമിൽ കാണാൻ പറ്റുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. The pigments in their eyes. African lions are much larger when compared to the Asian lions. The role of the male is to protect the territory so the females can hunt in peace. After the hunt, the males will have his fill. ആ ട്രാമിൽ കൂടെയുള്ള നൈറ്റ് സഫാരിക്ക് ശേഷം നമുക്ക് നൈറ്റ് ട്രെയിൽ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ലൈവായിട്ട് നമുക്ക് ഈ ആനിമൽസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് ഓരോ ആനിമൽസിനെ കാണാം. നൈറ്റ് ട്രെയിലിന് ശേഷം നമുക്കൊരു ബ്യൂട്ടിഫുൾ ഫയർ ഷോ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു.
കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്യാബ് എത്തി. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഡേ 1 അവസാനിച്ചു.